പലതരത്തിലുള്ള വിവാഹ രീതികൾ ഉണ്ട് നമുക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ഈഴവരുടെ വിഭാഗത്തെ പറ്റിയിട്ടൊന്നും അറിയാമോ എന്ന് വെച്ചാൽ. ഈഴവരെന്ന് പറയുന്നൊരു ബൃഹത്തായ ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിക്കകത്ത് ഏകദേശം ഒരു 10-60ഓളം കാസ്റ്റുകളുണ്ട്. ആ കാസ്റ്റിൻ്റെ എല്ലാം ചീഫ്റ്റൻഷിപ്പ് എന്ന് പറയുന്നത് തണ്ടാർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കാസ്റ്റിനായിരിക്കും. തണ്ടാറായിരിക്കും ഇവരുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതും രാജാവുമായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ട്രാൻസാക്ഷൻ നടത്തുന്നതും ഡിസ്കഷൻ നടത്തുന്നതൊക്കെ തന്നെ. ഈ തണ്ടാർക്ക് വളരെയധികം സ്ഥാനമാനങ്ങളും രാജാവ് കൽപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇനി വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഈഴവരുടെ വിവാഹം വളരെ വ്യത്യാസം നിറഞ്ഞാണ്. കാരണം ഈ വിഭാഗത്തിലെ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നത് പുരുഷന്മാരല്ല. സ്ത്രീകളെ കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അതായത് ഇപ്പം ഞാനൊരു ഈഴവ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യയാകുവാൻ പോകുന്ന പെൺകുട്ടിക്ക് പുടവ കൊടുക്കുന്നതും താലി കെട്ടുന്നതും എൻ്റെ സഹോദരിയാണ്. അതായത് ഒരു മാട്രിലിനിയൽ കൾച്ചറാണ് ഈ കമ്മ്യൂണിറ്റിക്ക് ഉള്ളത്. ഇത് ലിറ്ററലി പണ്ട് പുരുഷന്മാർ പണ്ടത്തെ കാലഘട്ടത്തിൽ, അതായത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, നാണുവാശൻ അല്ലെങ്കിൽ നാരായണ ഗുരുവിൻ്റെ രംഗപ്രവേശനത്തിന് മുമ്പ് വരെയും പുരുഷനൊരിക്കലും സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ പോകാറില്ല. പുരുഷന് വേണ്ടിയിട്ട് പുരുഷൻ്റെ സഹോദരിയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നതും പെണ്ണ് കാണുന്നതും പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്നതും പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടി കൊടുക്കുന്നതും അതുപോലെ തന്നെ പെണ്ണിന് പുടവ് കൊടുക്കുന്നതും. ഇത് നാരായണ ഗുരുവും SNDP എന്ന് പറയുന്ന നാരായണ ഗുരുവിൻ്റെ ആശയപ്രചരണ പ്രസ്ഥാനവുമാണ് തലകീഴായി മാറ്റിമറിച്ചിട്ടുള്ളത്. അതിൻ്റെ പുറകിൽ കുറേ പൊളിറ്റിക്കലായിരിക്കുന്ന ഭാഗങ്ങളും കൂടെ ഉണ്ട്. അത് നമുക്ക് പിന്നൊരു ദിവസം ചർച്ച ചെയ്യാം. എന്നാൽ ഇപ്പോഴും നമുക്ക് അതിൻ്റെ ചില ഭാഗങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വിവാഹത്തിൽ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇന്ന് നമ്മൾ ഒരു ഈഴവ വിഭാഗത്തിലെ ഏതെങ്കിലും ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ താലി ഒന്ന് ചാർത്തത്തേ ഉള്ളൂ, പുറകിൽ നിന്നുകൊണ്ട് സഹോദരിയായിരിക്കും അത് കെട്ടുന്നത്.